പ്രകാശ്, എന്റെ അടുത്തിരിക്കൂ. ഈ ഒരു രാത്രി കൂടി മാത്രം എന്നെ സ്നേഹിക്കാൻ അനുവദിക്കൂ, ഇല്ലെങ്കിൽ മരിക്കാൻ അനുവദിക്കൂ.
വയറ്റിൽ നിന്ന് പോയിട്ടേ ഇല്ല. കാണുന്നൊക്കെ വലിച്ചു വാരി തിന്നോളൂ. കരയണ്ട, കാര്യം പറ, എന്താ വേണ്ട? എടാ, നിനക്ക് എന്ത് വേണോന്ന്? എനിക്കിനി ദേഷ്യം വരും കേട്ടോ. നീ അവനെ വഴക്ക് പറയാതെ സുമതി. കുഞ്ഞു വല്ല ദുസ്വപ്നം കണ്ടു കാണും. നിനക്ക് ദേഷ്യം കുറെ കൂടുതലാ. മോനിങ്ങി വാ. മോൻ എന്തിനാ കരയുന്നേ? അമ്മൂമ്മയോട് പറ. അയ്യേ, അത് സ്വപ്നമല്ലേ? ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു സ്വപ്നം കണ്ടതാണെന്ന്. അത് 3-4 ദിവസം കഴിഞ്ഞ് അപ്പൂപ്പൻ മോനെയും അമ്മയും കാറിൽ അച്ഛന്റെ അടുത്ത് കൊണ്ടുവന്നാക്കും. നീ അവനൊന്ന് ഫോൺ ചെയ്ത് നോക്ക്. അവൻ അച്ഛനോട് സംസാരിക്കട്ടെ. ഈ രാത്രി സമയത്ത് ഉറങ്ങുന്ന മനുഷ്യരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കൊന്ന് വിളിച്ചു നോക്കാമേ. എന്താ ഇവൻ ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ? എന്റെ ഈശ്വര, തുടങ്ങി അവിടെ ഒരു ഭാവനാവിലാസം. ഇങ്ങനെ ഒരു തൊട്ടാവാടി കുടുംബം. ഈ സമയത്ത് എവിടെ പോയി കാണും? ഇനി അസുഖം കൂടുതലായോ? എനിക്കൊന്നും അറിഞ്ഞൂടാ ദൈവമേ. മോൻ കഴിയാതെ. എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തു പോയി കാണും, അല്ലെങ്കിൽ ടെലിഫോൺ കേടായിരിക്കും. നീ സമാധാനമായിരിക്കെ. പ്ലീസ്, ഞാൻ പോട്ടെ. ഈ വേഷം മാറ്റിക്കൂടെ? വേണ്ട, രേണുക എനിക്ക് തന്ന വാക്ക് പാലിക്കണം. ഇത് നമ്മുടെ 2ാമത്തെ രാത്രിയായിരുന്നു, അവസാനത്തേതും. നമുക്കൊന്നും തന്നെ പറയാതിരിക്കാം. അതല്ലേ നല്ലത്. കാലത്തെ അതിന്റെ പാട്ടിന് വിടാം. ദയവ് ചെയ്ത് എന്റെ ജീവിതം തകർക്കരുത്, അപേക്ഷയാണ്. വാതിൽ തുറക്കൂ, എനിക്ക് പോണം. ഹലോ, പ്രകാശേട്ടനാണോ? നല്ല പാർട്ടിയാ. ഇന്നലെ അർദ്ധരാത്രി എവിടെ പോയിരുന്നു? അത് പിന്നെ ഞാന് പുറത്ത്. ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചു. എന്തൊരു നിർബന്ധം ഉണ്ണിക്ക്. പാതിരയൊക്കെ എണീറ്റിരുന്ന ഒറ്റ കരച്ചിൽ. അച്ഛൻ്റെ അടുത്ത് പോണോന്നും പറഞ്ഞു. ഇന്നലെ റീജിയണൽ മാനേജർ മടങ്ങിപ്പോയി. അങ്ങേരെ ട്രെയിൻ കയറ്റി അയച്ചിട്ട് ഞാനും ജെയിംസും കൂടി ഒന്ന് കറങ്ങി. അർദ്ധരാത്രി വരെ കാർ ഓടിച്ചെന്ന് ചുരുക്കം. ഏതായാലും ജെയിംസിന്റെ കൂടെ ഉള്ള കറക്കം വേണ്ട കേട്ടോ. നീ മോനെ വിളിക്കേ. ഉണ്ണി, 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 മോനെ, മോനെ ഉണ്ണി. എടാ, ദേ അച്ഛൻ ഫോണില്. ചെല്ല്. പതുക്കെ പതുക്കെ. ഹലോ, അച്ഛനാണോ? അച്ഛൻ എന്താ ഇന്നലെ രാത്രി വിളിക്കാഞ്ഞത്? പിന്നെ ഞാൻ ഇന്നലെ അച്ഛനെ സ്വപ്നം കണ്ടു. മിസസ് രേണുക വിളിച്ചിരുന്നു, വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞു. ഇനി വിളിച്ചാൽ ഞാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ മതി. ബാങ്കിന്റെ കാര്യമില്ലാണെങ്കിൽ ജെയിംസ് സംസാരിച്ചാൽ മതിയല്ലോ. അതിപ്പോ എന്റെ കുഴപ്പമില്ലല്ലോ. ആ പെണ്ണുമ്പിള്ളക്ക് പ്രകാശ് സാറിന്റെ ശബ്ദം തന്നെ കേൾക്കണം. ഇനിയിപ്പോ സാറ് വിളിക്കാതിരുന്ന അവര് വിചാരിക്കും നമുക്ക് ഡിപ്പോസിറ്റ് കിട്ടി കഴിഞ്ഞപ്പോൾ പോസ് എടുക്കുവാണ്. ജെയിംസ്, ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇങ്ങനെ പോയാൽ എനിക്ക് വല്ലയിടത്തും പോയി മോഷ്ടിച്ച് രൂപ ഉണ്ടാക്കേണ്ടി. എന്തു പറ്റി? ഇന്നലെയും 1000 രൂപയുടെ വിസിറ്റ്. അതിന് ഞാനെന്ത് വേണം? കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചിട്ട് വേണം ബാങ്കിൽ ജോലിക്ക് വരാൻ. അതിന് ഞാൻ മാത്രമല്ലല്ലോ ക്യാഷ് കൈകാര്യം ചെയ്യുന്നത്. പെമ്പിള്ളേര് ചെക്കുമായി വന്നാൽ അക്കൗണ്ടന്റ് സാറിന് ഇരിപ്പുറയ്ക്കത്തില്ല. ഓടി വന്ന് ഇടയ്ക്കൂടെ ഒരു എടുപ്പുണ്ട്. ഇന്നലെ ഞാൻ ക്യാഷിന്റെ ഭാഗത്തേക്കേ വന്നിട്ടില്ല. ആണോ? ഇനി സാറെങ്ങാനും ഗൗതം പോയി സീറ്റിലിരിക്കേ. ആരാ നോക്ക്. യെസ്, അല്ല, അക്കൗണ്ടന്റ് ആണ്. അദ്ദേഹം വന്നിട്ടില്ലല്ലോ. പറയാം.